അയോധ്യ വിതുമ്പിയ ആ പടിയിറക്കം, ഒരു ഇതിഹാസത്തിൻ്റെ തുടക്കം. കൊട്ടാരക്കെട്ടിലെ പട്ടുനൂലുകൾ മുറിച്ചു മാറ്റി നിയോഗത്തിൻ്റെ കാനന പാതയിലേക്ക് ആ 16കാരൻ പടികടന്നിറങ്ങുകയാണ്. മാതൃവാത്സല്യത്തിൻ്റെ തണലിൽ നിന്നും കല്ലും മുള്ളും നിറഞ്ഞ കഠിന വഴികളിലേക്ക് ആ കുഞ്ഞു പാദങ്ങൾ ആദ്യമായി ചുവടുവയ്ക്കുന്നു. നമസ്കാരം സജ്ജനങ്ങളെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഒരു ഇതിഹാസത്തിൻ്റെ പിറവിയായിരുന്നു ആ പടിയിറക്കം. അന്ന് ആ കൊട്ടാരപ്പടികൾ ഇറങ്ങുമ്പോൾ ആ ബാലൻ അറിഞ്ഞിരുന്നില്ല കാലം തനിക്കായി കരുതി വെച്ച അതേ പരീക്ഷണത്തെക്കുറിച്ച്. വർഷങ്ങൾക്കിപ്പുറം വനവാസത്തിൻ്റെ കയ്പുള്ള അതേ വിധി 14 വർഷത്തേക്ക് തന്നെ തേടിയെത്തുമെന്ന് ആ നിഷ്കളങ്കമായ മനസ്സ് ഓർത്തു കാണില്ല. സ്നേഹവും ധർമ്മവും വിങ്ങലായി മാറുന്ന രാമായണത്തിലെ ആ അപൂർവ നിമിഷം നമുക്ക് ഇന്ന് പുനർവായിക്കാം. അയോധ്യയുടെ പ്രിയപുത്രൻ ഒരു ജനതയുടെ ഹൃദയമായി മാറിയ ആ ആദ്യ യാത്രയുടെ വിങ്ങുന്ന ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. മാതൃവാത്സല്യത്തിൻ്റെ തണൽ വിട്ട് കൊട്ടാരക്കെട്ടുകൾക്ക് പുറത്തേക്ക് ആ 16കാരൻ ആദ്യമായി ചുവട് വയ്ക്കുകയാണ്. കാലം അങ്ങനെയാണ്. നമ്മളൊന്ന് കണക്ക് കൂട്ടുന്നു, പക്ഷേ സംഭവിക്കുന്നത് മറ്റൊന്നായിരിക്കും. രാമലക്ഷ്മണന്മാരെ അരികിൽ നിർത്തി കൊതി തീരുവോളം സ്നേഹിക്കാമെന്ന് ആ മാതാപിതാക്കൾ മോഹിച്ചു കാണും. പക്ഷേ വിധിയുടെ വിളി വന്നപ്പോൾ ആ ബാലന്മാരെ യാത്രയാക്കേണ്ടി വന്നു. ഒന്ന് ചേർത്ത് പിടിക്കാൻ കൈകൾ നീട്ടുമ്പോഴേക്കും കാലം അവരെ ദൂരേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇനി നമ്മളെല്ലാം പദവികൾക്കും പണത്തിനും പിന്നാലെയുള്ള ഈ നെട്ടോട്ടത്തിനിടയിൽ ഏറ്റവും വലിയൊരു സത്യം മറന്നുകളയുന്നു. ജന്മം നൽകിയ മാതാപിതാക്കളെ, തങ്ങളെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ മാതാപിതാക്കൾ സഹിച്ച വിയർപ്പോ ത്യാഗങ്ങളോ ഇന്നും പലർക്കും ഒരു ഓർമ്മ പോലുമില്ല. സ്വന്തം സുഖങ്ങളിൽ മാത്രം അഭിരമിച്ച് തണലേകിയ ആ തായ്മരങ്ങളെ വെയിലിലേക്ക് തള്ളിയിടാൻ ചിലർക്ക് മടിയില്ല. നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് ഇവിടെ ആർക്കും അറിയില്ല. അടുത്ത നിമിഷം വിധി നമുക്കായി കരുതി വച്ചിരിക്കുന്നത് എന്താണെന്ന് പോലും അറിയാതെയാണ് ഇന്ന് നമ്മളെല്ലാം ഈ സ്വാർത്ഥതയുമായി നടക്കുന്നത്. എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണെന്ന് വിശ്വസിച്ച് അഹങ്കരിക്കുമ്പോൾ കാലം അതിൻ്റെ യഥാർത്ഥ മുഖം കാണിച്ചു തരും. അന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സ്നേഹിക്കാൻ ബാക്കി വെച്ച നിമിഷങ്ങളെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. നമ്മുടെ കണക്കുകൂട്ടലുകൾക്ക് വിധിയുടെ മുന്നിൽ പുല്ല് വില പോലുമില്ലെന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് സമയം വൈകുന്നതിന് മുൻപേ ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കുക. ജന്മം നൽകിയവരോട് സ്നേഹവും കടപ്പാടും കാണിക്കുക. കാരണം നാളെ എന്നത് വെറുമൊരു വാഗ്ദാനം മാത്രമാണ്. നമുക്ക് മുന്നിലുള്ളത് ഈ നിമിഷം മാത്രം. സ്നേഹിക്കാൻ ബാക്കി വയ്ക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. പണവും പദവിയും എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പിടിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരോടൊപ്പം ചെലവഴിക്കേണ്ട മനോഹരമായ നിമിഷങ്ങൾ നഷ്ടപ്പെട്ടാൽ പിന്നീട് അത് തിരിച്ചു കിട്ടില്ല. കുഞ്ഞുങ്ങളുടെ വളർച്ചയായാലും ശരി, മാതാപിതാക്കളുടെ വാർദ്ധക്യമായാലും ശരി, ഒന്നും നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. പ്രതികാരം എന്നത് ഒരു തീക്കനൽ കയ്യിൽ പിടിക്കുന്നത് പോലെയാണ്. അത് മറ്റുള്ളവർക്ക് നേരെ എറിയാൻ ശ്രമിക്കുമ്പോൾ ആദ്യം പൊള്ളുന്നത് നമ്മുടെ സ്വന്തം കൈകളായിരിക്കും. ജീവിതം വളരെ ചെറുതാണ്. സ്നേഹിക്കാനും സന്തോഷിക്കാനും ഉപയോഗിക്കേണ്ട സമയം മറ്റൊരാളോട് പക വീട്ടാനായി ചെലവഴിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങളാണ് ഇല്ലാതാകുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ തിരുത്താൻ കഴിയാത്ത വിധം സമയം കടന്നു പോയിട്ടുണ്ടാകും. നമ്മുടെ പ്രതികാരം എരിഞ്ഞു തീരുമ്പോഴേക്കും അവർ എന്നേക്കുമായി നമ്മളെ വിട്ടുപോയി കഴിയും. ഇതിഹാസങ്ങളുടെ തുടക്കം കുറിച്ച ആ യാത്ര, വിശ്വാമിത്രനോടൊപ്പം രാമൻ യാത്രയാകുന്ന ആ നിമിഷം, ഹൃദയസ്പർശിയായ ആ രാമായണ കഥയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. രാമൻ ആദ്യമായി രാജഭവനം ഇറങ്ങുന്നു.
പ്രഭാതത്തിലെ സുവർണമായ മൃദുല വെളിച്ചത്തിൽ അയോധ്യാനഗരം ഒരു ദിവ്യ സ്വപ്നം പോലെ തിളങ്ങി. ഇക്ഷ്വാകുവംശത്തിൻ്റെ മഹിമ വിളിച്ചോതുന്ന കൊട്ടാരോദ്യാനങ്ങൾ മഞ്ഞുതുള്ളികളാൽ കുളിച്ചിരുന്നു. പുലർകാല വെളിച്ചത്തിൻ്റെ സ്പർശമേറ്റപ്പോൾ കൊട്ടാരം തന്നെ ചിരിച്ചുയർന്നതുപോലെ തോന്നി. വൃക്ഷശാഖകളിലൂടെ പക്ഷികളുടെ മധുരഗാനം ഒഴുകി നടന്നു. ആകാശവും ഭൂമിയും ഒരേ സമയം കണ്ണു തുറന്നതുപോലെയാണ് ആ കാഴ്ച അനുഭവപ്പെട്ടത്. എങ്കിലും അദൃശ്യമായൊരു നിയോഗം പോലെ തങ്ങളെ തേടിയെത്തുന്ന ആ അതിഥിയെക്കുറിച്ച് അയോധ്യ അപ്പോഴും നിശബ്ദമായിരുന്നു. വരാനിരിക്കുന്ന ആ പാദസ്പർശം നഗരത്തിൻ്റെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കാനിരിക്കുകയാണെന്ന് ആ പുണ്യഭൂമി അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അപ്രതീക്ഷിതമായ കൊട്ടാര പരിസരമാകെ അത്ഭുതകരമായ ഒരു നിശബ്ദത പടർന്നു. ശബ്ദങ്ങളെല്ലാം ശ്വാസം അടക്കി പിടിച്ചതുപോലെ നിലച്ചു. പ്രവേശനദ്വാരത്തിലൂടെ കാവൽക്കാർ നിശബ്ദരായി. അവരുടെ കണ്ണുകളിൽ അത്ഭുതവും ഭക്തിയും ഒരുപോലെ നിഴലിച്ചു. അകലെയായി ഗോപുരങ്ങൾക്ക് സമീപത്തേക്ക് ഒരു ദിവ്യപ്രകാശം അടുത്തു വന്നു. ശാന്തവും ശക്തവുമായ വാക്കുകൾക്കതീതമായ തേജസ്സോടെ. അതൊരു മഹർഷിയുടെ വരവോ അതോ ദൈവ സാന്നിധ്യമോ എന്നറിയാതെ അയോധ്യ നിശബ്ദമായി നമിച്ചു. രണ്ടാമതൊരു സൂര്യൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെ ആ പ്രകാശം നഗരത്തിൻ്റെ ഹൃദയത്തെ തന്നെ സ്പർശിച്ചു. സഭാനിർദ്ദേശങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് അയോധ്യയുടെ കവാടങ്ങളിൽ നിന്ന് ഒരു കാഹളമുയർന്നു. സഭയിലെ ശാന്തതയെ ഭേദിച്ചുകൊണ്ട് ദ്വാരപാലകന്മാർ അകത്തേക്ക് ഓടിവന്ന് വണങ്ങി അറിയിച്ചു, മഹാരാജാവേ, കഠിനമായ തപശക്തിയാൽ സൂര്യനെപ്പോലെ ജ്വലിക്കുന്ന വിശ്വാമിത്ര മഹർഷി അവിടുത്തെ സന്ദർശനത്തിനായി എത്തിയിരിക്കുന്നു. സഭ ആകെ ഒന്ന് സ്തംഭിച്ചു. ക്രോധത്തിനും അനുഗ്രഹത്തിനും ഒരുപോലെ പേരുകേട്ട ആ മഹാമുനിയുടെ വരവ് രാജാവിൽ ഒരു ചെറിയ പരിഭ്രമവും അതോടൊപ്പം വലിയ ആദരവും ഉണർത്തി. കയ്യിൽ ദണ്ഡും കമണ്ഡലവുമായി ആത്മീയ തേജസ്സോടെ വിശ്വാമിത്രൻ സഭയിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തിൻ്റെ ഓരോ ചുവട് വയ്പിലും ഭൂമി പോലും ആദരവോടെ പ്രണമിക്കുന്നതായി തോന്നി. രാജസിംഹാസനത്തിൽ നിന്ന് രാജാവ് ദശരഥൻ ഉടനെ എഴുന്നേറ്റ് അദ്ദേഹം വേഗത്തിൽ മുന്നോട്ട് നീങ്ങി കരം കൂപ്പി വിനയത്തോടെ നമസ്കരിച്ചു. ആ കണ്ണുകളിലെ ഗൗരവം അയോധ്യയുടെ ശാന്തമായ പ്രഭാതത്തെയെ ഏതൊക്കെയോ വലിയ വെല്ലുവിളികളിലേക്ക് നയിക്കാൻ പോകുന്നതാണെന്ന് അപ്പോൾ ആരും കരുതിയിരുന്നില്ല. മഹർഷേ, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ ഈ രാജസഭയെ പവിത്രമാക്കുന്നു. ദയവായി ഞങ്ങളെ ആശീർവദിച്ച് ഈ ആസനം അലങ്കരിച്ചാലും. ഗാംഭീര്യവും ശാന്തതയും നിറഞ്ഞ സ്വഭാവത്തോടെ മഹർഷി ആദരപൂർവ്വം ഒരുക്കിയ ആ ആസനം സ്വീകരിച്ചു. രാജാവേ, വലിയൊരു ദൗത്യവുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ അതൊരു അപേക്ഷ കൂടിയാണ്. ദയവായി എന്നെ നിരാശനാക്കരുത്. അന്നത്തെ കാലത്ത് ഋഷിവര്യന്മാർ ലൗകിക സുഖങ്ങൾ തേടി കൊട്ടാരങ്ങളിലേക്ക് എത്താറില്ലായിരുന്നു. അവർ രാജസഭകളിൽ പാദസ്പർശമേൽപ്പിക്കുന്നുവെങ്കിൽ അതിനു പിന്നിൽ മഹത്തായൊരു ധർമ്മ നിയോഗം ഒളിഞ്ഞിരിപ്പുണ്ടാകുമെന്ന് ഏവർക്കും അറിയാമായിരുന്നു. വരാനിരിക്കുന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ കാഹളമായിരുന്നു ഓരോ മഹർഷിയുടെ വരവും. ദശരഥ മഹാരാജാവിൻ്റെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. വിശ്വാമിത്രൻ്റെ ആ കത്തുന്ന കണ്ണുകളിലേക്ക് നോക്കവേ മഹർഷിയുടെ പെട്ടെന്നുണ്ടാകുന്ന കോപത്തെയും ലോകം നടുങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ശാപങ്ങളെയും കുറിച്ച് ഓർത്ത് രാജാവിൻ്റെ നെഞ്ചകം ഭയം കൊണ്ട് വിങ്ങി. അദ്ദേഹം എന്തു ചോദിക്കുമെന്നോ ഒരു ചെറിയ പിഴവ് പോലും ഏതു ദുരന്തത്തിലേക്കാവും തന്നെ നയിക്കുക എന്നോ ഉള്ള അറിവില്ലായ്മ ദശരഥ മഹാരാജാവിനെ തളർത്തിക്കളഞ്ഞു.
സഭയാകെ ശ്വാസമടക്കി പിടിച്ചു നിൽക്കെ ആ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, മഹാരാജാവേ, ഞാൻ അങ്ങയോട് ചോദിക്കാൻ മുതിരുന്നത് അത്യന്തം കഠിനമായൊരു ത്യാഗമാണ്. എങ്കിലും ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനും ധർമ്മ സംരക്ഷണത്തിനുമായി എനിക്കത് ചോദിച്ചേ മതിയാകൂ. സഭയാകെ ശ്വാസമടക്കി പിടിച്ചു നിന്നു. വിശ്വാമിത്രന്റെ ഓരോ വാക്കും ദശരഥന്റെ ഉള്ളിൽ ഭീതിയുടെ കനലുകൾ കോരിയിട്ടു. മഹർഷിയുടെ അഗ്നി തുപ്പുന്ന കോപത്തെയും ഒരു വാക്ക് പിഴച്ചാൽ കുലത്തെ തന്നെ ഭസ്മമാക്കാൻ ശേഷിയുള്ള അദ്ദേഹത്തിൻ്റെ ശാപങ്ങളെയും ഓർത്ത് മഹാരാജാവിൻ്റെ നെഞ്ചകം പടപടാ മിടിച്ചു. ആശങ്കയുടെ കാർമേഘങ്ങൾ ആ മനസ്സിൽ ഉരുണ്ടുകൂടി. മഹർഷി എന്തായിരിക്കും ചോദിക്കാൻ പോകുന്നത് എന്നറിയാതെ ശ്വാസം പോലും വിടാൻ ഭയന്ന് ദശരഥ മഹാരാജാവ് സ്തബ്ധനായി നിന്നു. മഹർഷി ചോദിക്കാൻ പോകുന്ന ആ കഠിനമായ കാര്യം എന്തായിരിക്കുമെന്ന പേടിയിൽ അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ വിറച്ചു തുടങ്ങി. അങ്ങേയറ്റം ഭയത്തോടെ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങിക്കൊണ്ട് ദശരഥൻ ഇടറിയ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു, മഹർഷേ, പറയൂ. അങ്ങ് ആവശ്യപ്പെടുന്നത് എത്ര കഠിനമാണെങ്കിലും ഈ ദാസൻ അതനുസരിക്കാൻ തയ്യാറാണ്. ദയവായി അങ്ങയുടെ മനസ്സ് തുറന്നാലും. ആ കനത്ത നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ വിശ്വാമിത്ര മഹർഷിയുടെ വാക്കുകൾ സഭയിൽ പതിച്ചു. ദശരഥൻ്റെ ഭയചകിതമായ കണ്ണുകളിലേക്ക് നോക്കി ലവലേശം ദയാദാക്ഷിണ്യമില്ലാതെ അദ്ദേഹം ആ കഠിനമായ ആവശ്യം വെളിപ്പെടുത്തി. രാജാവേ, അങ്ങയുടെ പ്രാണനായ രാമനെ, ആ ബാലനെ എൻ്റെ കൂടെ വനത്തിലേക്ക് അയക്കുക. അടിയൻ ചെയ്യുന്ന യാഗത്തിൻ്റെ സംരക്ഷണത്തിനായി മാത്രം യാഗം മുടക്കാൻ ശ്രമിക്കുന്ന ക്രൂരരായ കാനനത്തിലെ ക്രൂര രാക്ഷസന്മാർക്കെതിരെ പോരാടാനാണ് അടിയൻ രാമനെ കൊണ്ടുപോകുന്നത്. ആ മാരീച സുബാഹുമാരെ തകർക്കാൻ തൻ്റെ രാമന് മാത്രമേ സാധിക്കൂ. അടിയൻ നൽകുന്ന ദിവ്യമായ അസ്ത്രശസ്ത്രങ്ങൾ അവനെ ലോകം കണ്ട ഏറ്റവും വലിയ വീരനാക്കും. ഇത് രാമൻ്റെ കീർത്തി ലോകമെങ്ങും പടരാനുള്ള ഒരു നിമിത്തമാണ്. സ്വന്തം പുത്രൻ്റെ മഹത്വത്തിനു വേണ്ടി അങ്ങയുടെ ഈ ചെറിയ ഭയത്തെ ത്യജിച്ചാലും. വിശ്വാമിത്ര മഹർഷിയുടെ വാക്കുകൾ കേട്ടതും ദശരഥ മഹാരാജാവിൻ്റെ ലോകം കീഴ്മേൽ മറിഞ്ഞു. ദീർഘകാലത്തെ തപസ്സിനൊടുവിൽ കിട്ടിയ തൻ്റെ 10 തലമുറയുടെ പ്രാർത്ഥനയായ രാമനെ ക്രൂരരായ രാക്ഷസന്മാർക്ക് മുന്നിലേക്ക് വിട്ടുകൊടുക്കുക എന്ന ചിന്ത തന്നെ അദ്ദേഹത്തെ തളർത്തി. കണ്ണുനീർ വാർത്തുകൊണ്ട് വിറയ്ക്കുന്ന കൈകൾ കൂപ്പിക്കൊണ്ട് ദശരഥ മഹാരാജാവ് നൽകിയ മറുപടി ഇതാ, മഹർഷേ, അടിയൻ്റെ ഹൃദയം പിളർക്കുന്നതാണല്ലോ ഇവിടുത്തെ ഈ ആജ്ഞ. 16 വയസ്സുപോലും തികയാത്ത യുദ്ധമുറകൾ അഭ്യസിച്ചു വരുന്ന ഈ ബാലനാണോ നിശാചരന്മാരായ രാക്ഷസന്മാരോട് പോരാടേണ്ടത്? മഹർഷി, അവിടുത്തെ യാഗരക്ഷയ്ക്കായി അടിയനിതാ സജ്ജനാണ്. ചതുരംഗപ്പടയെയും കൂട്ടി അടിയൻ വരാം. മാരീചനും സുബാവഹവും തകർക്കുകയാണെങ്കിൽ ഈ ഉള്ളവൻ്റെ നെഞ്ചാകട്ടെ. ദശരഥ മഹാരാജാവ് ഭയവും ഉത്കണ്ഠയും കൊണ്ട് വിറച്ചു. ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് മുന്നിലും ഇത്തരം 2 വഴികൾ മാത്രമേ ഉണ്ടാകൂ. രണ്ടും പ്രയാസകരമായിരിക്കും. ദശരഥ രാജാവിൻ്റെ അവസ്ഥയും ഇതാണ്. ഒന്നുകിൽ തൻ്റെ പ്രിയ പുത്രനെ രാക്ഷസന്മാരാൽ കൊല്ലാൻ നൽകുക, അല്ലെങ്കിൽ സ്വയം വിശ്വാമിത്രൻ്റെ ഭയങ്കര കോപത്തിന് വിധേയരാകുക. ഏതാനും നിമിഷങ്ങൾ ദശരഥ മഹാരാജാവ് നിശബ്ദനായി നിന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയം വിറച്ചു. കാരണം ഋഷിയുടെ അഭ്യർത്ഥന അദ്ദേഹത്തെ മിന്നൽ പോലെ ആക്രമിച്ചു. പക്ഷേ ആ ഞെട്ടലിൽ നിന്ന് പതുക്കെ പതുക്കെ കരയേറി തൻ്റെ കൈകൾ കൂപ്പി വീണ്ടും മൃദുവായി യാചിച്ചു. അങ്ങയുടെ യാഗരക്ഷയ്ക്കായി അടിയൻ വരാം മഹർഷേ. അടിയൻ്റെ ഈ വാത്സല്യ ഭാജനത്തെ അങ്ങയുടെ കൂടെ അയക്കാൻ ഈ ഹൃദയം അനുവദിക്കുന്നില്ല.
ദശരഥൻ്റെ തെളിഞ്ഞ വാക്കിൽ മടങ്ങാനുള്ള ശ്രമം വിശ്വാമിത്രനെ അസ്വസ്ഥനാക്കി. രാജാവേ, അങ്ങയുടെ വംശവിരുദ്ധമായ ഈ പെരുമാറ്റം ഒട്ടും ശരിയല്ല. ആ ജ്ഞാനി പറഞ്ഞു, ഇത് അങ്ങയുടെ അന്തിമ തീരുമാനമാണോ? പറയൂ, ഞാൻ വന്ന വഴിയെ മടങ്ങാം. ഈ ത്രികാലജ്ഞാനിയുടെ കോപത്തിൻ്റെ അനന്തര ബലത്തെ ഓർത്ത് രാജസദസ്സിൽ എല്ലാവരും ഭയപ്പെട്ടു. വസിഷ്ഠൻ ഇപ്പോൾ മഹാരാജാവിനെ സമീപിച്ച് ശാന്തമായി പറഞ്ഞു, രാജാവേ, അങ്ങ് ഒരിക്കൽ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു. ഇനി അത് പിൻവലിക്കരുത്. അത് രാജാക്കന്മാർക്ക് യോജിക്കുന്ന കാര്യമല്ല. പാലിക്കാത്തവന് ലോകം മാപ്പ് നൽകില്ല. അങ്ങയുടെ മുൻപിൽ അത് ചെയ്യുന്നതിലപ്പുറം മറ്റൊരു മാർഗവുമില്ല. പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ മഹത്തായ ദാനങ്ങളുടെയും കാര്യമുക്തിയുടെയും പുണ്യം നഷ്ടപ്പെടും. രാമലക്ഷ്മണന്മാരെ ജ്ഞാനപ്പമുള്ള സന്യാസിമാരോടുകൂടി അയക്കുക. അവരുടെ സുരക്ഷയെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ടതില്ല. വിശ്വാമിത്രൻ സംരക്ഷിച്ചാൽ രാക്ഷസനും അവർക്ക് ഹാനികരമാകാൻ കഴിയില്ല. 3 ലോകങ്ങളിലും യുദ്ധശേഷിയിലും ആത്മീയ ശേഷിയിലും അദ്ദേഹത്തോട് സമാനമായി ആരുമില്ല, ഭാവിയിൽ ഉണ്ടാകുകയുമില്ല. അങ്ങ് ശാന്തനാകൂ. ഇക്ഷ്വാകു വംശജർക്ക് സത്യമെന്നത് പ്രാണനേക്കാൾ വലുതാണ്. വിശ്വാമിത്രൻ വെറുമൊരു മഹർഷിയല്ല. അദ്ദേഹം തപസ്സുകൊണ്ട് സകല വിദ്യകളും സ്വായത്തമാക്കിയവനാണ്. രാമനെ അവിടുത്തെ കൂടെ അയക്കുന്നത് അവൻ്റെ നാശത്തിനല്ല, മറിച്ച് അവനെ ലോകം വണങ്ങുന്ന വീരനാക്കി മാറ്റാനാണ്. അങ്ങയുടെ വാത്സല്യ ഭാജനം അങ്ങയോടൊപ്പം ഉള്ളതിനേക്കാൾ സുരക്ഷിതനായിരിക്കും മഹർഷിയുടെ കൂടെ. ദയവായി മനസ്സിലാക്കുക, ത്രികാലജ്ഞാനിയായ മഹർഷി വിശ്വാമിത്രൻ തൻ്റെ യാഗത്തെ പൂർണ്ണമായി നിയന്ത്രിക്കാനും പരിപാലിക്കാനും കഴിവുള്ളവനാണ്. ധൈര്യമായി രാമലക്ഷ്മണന്മാരെ അയക്കുക. മനസ്സു പിടയുന്നുണ്ടെങ്കിലും വസിഷ്ഠ മഹർഷിയുടെ വാക്കുകളിൽ ധർമ്മം തിരിച്ചറിഞ്ഞ ദശരഥൻ ആ കഠിനമായ തീരുമാനമെടുത്തു. തൻ്റെ പ്രാണനായ രാമലക്ഷ്മണന്മാരെ അയക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. മന്ത്രി പ്രമുഖർ ആ കൗമാര വീരന്മാരെ ദൗത്യത്തിനായി ഒരുക്കിക്കഴിഞ്ഞു. സ്വർണ്ണാഭരണങ്ങളെക്കാൾ ആ മുഖങ്ങളിൽ തിളങ്ങിയത് നിശ്ചയദാർഢ്യമായിരുന്നു. വില്ലും അമ്പും കയ്യിലേന്തി സർവ്വവിധായുധങ്ങളാലും സജ്ജരായ 16 വയസ്സുകാരർ രാമനും ലക്ഷ്മണനും സഭയിലെത്തി. മാതാപിതാക്കളുടെ കണ്ണുനീരിൽ കുതിർന്ന അനുഗ്രഹവും വസിഷ്ഠ മഹർഷിയുടെ മന്ത്രോച്ചാരണവും അവർക്ക് കവചമായി. സുമന്ത്രരടക്കമുള്ള മന്ത്രിമാർ പ്രിയകുമാരന്മാരെ വിശ്വാമിത്ര മഹർഷിയുടെ സന്നിധിയിലേക്ക് ആനയിച്ചു. ആ കൊട്ടാരമുറ്റത്ത് അപ്പോൾ വീശിയ കാറ്റിനു പോലും വിജയത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. വിശ്വനന്മയ്ക്കായി തങ്ങളുടെ പ്രിയപ്പെട്ട രാജകുമാരന്മാരെ വിട്ടുകൊടുക്കുമ്പോൾ അയോധ്യ ഒന്നടങ്കം ആ ധീരതയെ വണങ്ങുകയായിരുന്നു. ലോക നന്മയ്ക്കായി സ്വയം സമർപ്പിച്ചവരായിരുന്നു നമ്മുടെ ഋഷിവര്യന്മാർ. സാധാരണക്കാർ വിധിയെ ഭയപ്പെടുമ്പോൾ ആ 16കാരൻ്റെ ചുവടുവെപ്പുകൾ കണ്ട് വിധി പോലും ഭയന്നുവോ എന്ന് തോന്നിപ്പോകും. കൊട്ടാരത്തിലെ മണിമന്ദിരങ്ങളിൽ മാത്രം നടന്ന് ശീലിച്ച ബാലന്മാരുടെ പാദങ്ങൾ കഠിനമായ മണ്ണിൽ സ്പർശിച്ചപ്പോൾ പ്രകൃതി പോലും അവർക്കായി പൂമെത്തയൊരുക്കി. ആ കൗമാര വീരന്മാർ ഓരോ ചുവട് വയ്ക്കുമ്പോഴും ഭൂമിയെ പോലും ആ ധീരതയിൽ അഭിമാനം കൊള്ളുന്നതായി കാണപ്പെട്ടു. വിധിയെ വെല്ലുന്ന ആത്മവിശ്വാസത്തോടെ വിശ്വനന്മയ്ക്കായി ആ ബാലന്മാർ മഹാദൗത്യത്തിലേക്ക് നടന്നു കയറി. വന്യമായ പാതകൾ പോലും പൂമെത്തകളായി മാറി. പ്രകൃതി അതിൻ്റെ ഗാംഭീര്യം വീണ്ടെടുത്തു. ദേവതകൾ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടികൾ ചൊരിഞ്ഞു. ഭയമെന്ന വാക്ക് ആ മുഖത്തില്ല. പകരം ലോകത്തെ രക്ഷിക്കാനുള്ള ഉറച്ച നിശ്ചയദാർഢ്യം മാത്രം. ആ 16കാരന്മാരായ ബാലന്മാരുടെ യാത്ര വെറുമൊരു സഞ്ചാരമായിരുന്നില്ല, അതൊരു പുതിയ യുഗത്തിൻ്റെ പിറവി തന്നെയായിരുന്നു. മാതാപിതാക്കളുടെ നെഞ്ചിലെ കനലും പേറി അസാധ്യമായതിനെ കീഴടക്കാൻ അവർ പുറപ്പെടുകയാണ്. അത്ഭുതങ്ങൾ കാത്തിരിക്കുന്ന ആ മഹായാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഇതൊരു സാധാരണ ദൗത്യമല്ല, അസാധ്യമായൊരു പരീക്ഷണമാണ്. കാടുകളും മലകളും താണ്ടി അവർ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നു.
വിധിയെ മാറ്റിമറിക്കാൻ ആ കൗമാരപ്രായക്കാരർ ഒരുങ്ങിക്കഴിഞ്ഞു. സ്നേഹത്തിൻ്റെ നോവിനേക്കാൾ വലുതായിരുന്നു ആ ദൗത്യം. ആ കൊച്ചു പോരാളിയുടെ നിശ്ചയദാർഢ്യം ലോകത്തെ അത്ഭുതപ്പെടുത്തുമോ? ഹൃദയം തൊടുന്ന ഒരു മാന്ത്രിക യാത്രയാണിത്. വസിഷ്ഠൻ്റെ വാക്കുകളിൽ സത്യം തിരിച്ചറിഞ്ഞ ദശരഥൻ തൻ്റെ പ്രാണനായ പുത്രന്മാരെ വിധിക്ക് വിട്ടുകൊടുക്കുന്നു. വിശ്വാമിത്ര മഹർഷിയുടെ ഇരുവശങ്ങളിലുമായി നടന്നു നീങ്ങുന്ന രാമലക്ഷ്മണന്മാർ കണ്ണിൽ ആത്മവിശ്വാസം, നെഞ്ചിൽ ധർമ്മത്തിൻ്റെ കരുത്ത്, മാതാപിതാക്കളുടെ കണ്ണുനീരിനെ അനുഗ്രഹമായി മാറ്റി. മഹർഷി വിശ്വാമിത്രൻ്റെ ഇരുവശത്തുമായി ആ കൗമാരവീരന്മാർ ചുവടുവെക്കുന്നു. പ്രകൃതി പോലും പുഷ്പവൃഷ്ടികൾ അവരെ വരവേൽക്കുന്നു. വിശ്വാമിത്ര മഹർഷിയുടെ ജീവിതം അത്ഭുതങ്ങളുടെയും കഠിനമായ തപസ്സിൻ്റെയും ഒരു മഹാസാഗരമാണ്. ഇവിടെ നമ്മൾ ആ കഥയെ ഒന്ന് ഓർത്തുപോകും. ദശരഥൻ്റെ കൊട്ടാരമുറ്റത്ത് രാമനെ കാത്തുനിന്ന ആ മഹർഷി ആരായിരുന്നു? രാജർഷിയിൽ നിന്ന് ബ്രഹ്മർഷിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആ യാത്ര എത്രത്തോളം കഠിനമായിരുന്നു? വരാനിരിക്കുന്ന അടുത്ത ഭാഗത്തിൽ നമുക്ക് നമ്മുടെ ശ്വാസം ഒന്ന് ക്രമീകരിക്കാം. പുറം ലോകത്തിൻ്റെ കോലാഹലങ്ങളിൽ നിന്നും മാറി നിന്ന് ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്ന് നമുക്ക് കാതോർക്കാം ആവേശവും വിസ്മയവും നിറഞ്ഞ വിശ്വാമിത്ര മഹർഷിയുടെ ആ സുവർണ കഥയ്ക്കായി. ഹൃദയത്തിൽ രാമനാമത്തിൻ്റെ വെളിച്ചം നിറച്ച് സകല ദുഃഖങ്ങളും ആ പാദങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് കാത്തിരിക്കാം. ആ കാരുണ്യക്കടലായ രാമൻ്റെ ചുവടുകൾ പിന്തുടരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ജയ് ശ്രീരാം. അതുവരെ വിടവാങ്ങുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.